Good morning. ഓഡിയോ ക്ലിയർ അല്ലേ? വീഡിയോ ഉണ്ടായിരിക്കില്ല. ക്യാമറയ്ക്ക് എന്തോ ചെറിയൊരു പ്രോബ്ലം. അപ്പൊ വീഡിയോ ഉണ്ടായിരിക്കില്ല. എന്നാൽ നമുക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, എല്ലാവരും അറ്റൻഡൻസ് കമന്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും അറ്റൻഡൻസ് കമന്റ് ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ 3rd മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. 1ഉം 2ഉം മൊഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1, 2 മൊഡ്യൂളിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികവും ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ആയിരുന്നു അല്ലെ. നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ നോക്കി ആ എക്സ്പെരിമെന്റുകൾ ഓർത്താൽ മതി. ഒരുവിധം പ്രോബ്ലം അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ 2-3 ചെറിയ ചെറിയ പ്രോബ്ലംസും ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി 3rd മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3rd മൊഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി തിയററ്റിക്കൽ പോർഷൻ ആണ് 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന ഭാഗമാണ് 3rd മൊഡ്യൂളിൽ വരുന്നത്. അതായത് കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുന്നേ നമ്മൾ ആ ലാൻഡിൽ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനും എക്സ്പ്ലോറേഷനുമാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസ്, ബെയറിംഗ് കപ്പാസിറ്റി, ടൈപ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മറ്റു മൊഡ്യൂളിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ബോറായിരിക്കും. തിയറി ആയതുകൊണ്ട് തന്നെ ഇത്തിരി ബോറായിരിക്കും, പക്ഷെ പഠിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്സോയിൽ എക്സ്പ്ലോറേഷൻ ആണ് നമ്മുടെ മൊഡ്യൂള്. അപ്പൊ നമുക്കറിയാം കൺസ്ട്രക്ഷൻ അല്ല, നമ്മുടെ കൺസ്ട്രക്ഷൻസ് എല്ലാം നടക്കുന്നത്, മെജോറിറ്റി നടക്കുന്നത് സോയിലാണ് അല്ലെ. സോയിലല്ലാത്ത കൺസ്ട്രക്ഷനും ഉണ്ട്. അപ്പോൾ ഇത്തരം കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കൺസ്ട്രക്ഷന് തൊട്ട് മുന്നേ ഉള്ള ഭാഗം എന്ന് പറയുന്നത്. അതായത് കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുൻപ് നമ്മുടെ സോയിലിനെ പറ്റിയുള്ള സ്റ്റഡി നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്തൊക്കെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും പല കൺസ്ട്രക്ഷൻ ഫെയിലിയേഴ്സ് സംഭവിക്കുന്നത് സോയിലിന്റെ പോരായ്മ കാരണമാണ്. അപ്പൊ അത്തരം പോരായ്മകൾ നമ്മൾ കൺസ്ട്രക്ഷന് മുന്നേ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? നമുക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ ഒരു മോശം എഞ്ചിനീയർ അല്ലെങ്കിൽ മോശം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ് സൈറ്റ് നോക്കിയതും കാര്യങ്ങൾ കണ്ടുപിടിച്ചതും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് ആണ്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുൻപ് സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നൊരു പരിപാടി ഉണ്ട്. സോയിലിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതിന്റെ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. അതൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത്, അതിന് കുറച്ച് IS കോഡ് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. അപ്പോ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സബ് സർഫസിന്റെ കണ്ടീഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയ വലിയ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്, ബ്രിഡ്ജസ്, ഡാം, അതുപോലെയുള്ള വലിയ വലിയ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിന്റെ കേസിൽ ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടെക്നിക്സ് സെലക്ട് ചെയ്യാനും നമുക്ക് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ സോയിൽ ഡെപ്പോസിറ്റ്, നാച്ചുറൽ സോയിൽ ഡെപ്പോസിറ്റിന്റെ കേസിൽ അതിന്റെ പ്രൊഫൈൽ എങ്ങനെയാണ്, ലെയർ ആയിട്ട് കിടക്കുന്നത്, അത് ഏത് പ്രൊഫൈലിലാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്യും. ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് പെട്ടെന്ന് സൈറ്റ് കാണുമ്പോൾ തന്നെ ഏകദേശം സോയിലിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അവിടുത്തെ കോമ്പാക്ഷൻ, ലൂസ് ആയിട്ടുള്ള സോയിലാണോ അല്ലെങ്കിൽ പെർമിയബിൾ ആയിട്ടുള്ള സോയിലാണോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഇൻസിറ്റു ടെസ്റ്റിംഗ് ഓഫ് സോയിൽ, അതുപോലെ ഡ്രില്ലിംഗ് ഓഫ് ഹോൾസ് ഡ്രില്ല് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുൻപ് സൈറ്റ്
എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ടു സെലക്ട് ദ ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഫോർ എ ഗിവൺ സ്ട്രക്ചർ. അതായത് ഫൗണ്ടേഷൻ, ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഫൗണ്ടേഷന്റെ ഡെപ്ത് എത്രയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കണം. പല സോയിലിലും പല ഫൗണ്ടേഷനാണ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ സോയിലിലും ഒരേ ഡെപ്തിലായിരിക്കില്ല ഫൗണ്ടേഷൻ കൊടുക്കുക, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഇപ്പോൾ ലൂസ് സോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാർഡ് സ്ട്രാറ്റം എത്തുന്നത് വരെ നമ്മൾ ഫൗണ്ടേഷന് ഡെപ്ത് കൊടുക്കണം. അതുപോലെ സാൻഡ് പോലെയുള്ള ഭാഗങ്ങളാണെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ഇനി സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കുന്നത്. ടു ഡിറ്റർമൈൻ ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. നമ്മുടെ സോയിലിനകത്ത് നമ്മൾ ഒരുപാട് ലോഡ് വരും, സ്ട്രക്ചറൽ ലോഡ്സ് വരും, പിന്നെ സെൽഫ് വെയിറ്റ് ഓഫ് സോയിൽ വരും. അപ്പൊ സ്ട്രക്ചർ അതിൽ നിൽക്കണം, സോയിലിൽ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോയിൽ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം, സ്ട്രക്ചറിലേക്ക് ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ സോയിലിന് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെയാണ് ബെയറിംഗ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ സോയിലിന്റെ സ്ട്രെങ്ത് ആണ് ബിയറിംഗ് കപ്പാസിറ്റി. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്, അപ്പൊ നോക്കാം. അപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ടു എസ്റ്റിമേറ്റ് ദി പ്രോബബിൾ മാക്സിമം ആൻഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്. സോയിലിനകത്തേക്ക് സ്ട്രക്ചറൽ ലോഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സെറ്റിൽമെന്റ് എത്രയാണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. പിന്നെ ടു എസ്റ്റാബ്ലിഷ് ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ആൻഡ് ടു ഡിറ്റർമൈൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. മണ്ണിനകത്ത് സോയിൽ വാട്ടർ ഉണ്ടെന്ന് അറിയാം നമുക്ക്. അപ്പോൾ വാട്ടർ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ വന്ന് നിൽക്കും അല്ലെ. അപ്പൊ അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. To predict the lateral earth pressure against retaining walls and abutments. Retaining walls ഉം abutments ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ബാക്ക് ഫിൽ ഉണ്ടായിരിക്കും അല്ലെ. അതൊരു സൈഡിൽ മണ്ണിനെ താങ്ങി നിർത്തുകയാണ്. അപ്പൊ ആ മണ്ണ് അല്ലെങ്കിൽ ആ നിറച്ച് വെച്ചിരിക്കുന്ന മണ്ണിനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് ഫിൽ. ആ ബാക്ക് ഫില്ല് നമ്മുടെ റിട്ടൈനിങ് വാൾസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പൊ അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് ടു സെലക്ട് സ്യൂട്ടബിൾ കൺസ്ട്രക്ഷൻ ടെക്നിക്സ്. ഏത് രീതിയിലുള്ള ടെക്നിക്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്, മോഡേൺ കൺസ്ട്രക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ഏതാണ് നമ്മുടെ ഈ സോയിലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. സോ നെക്സ്റ്റ് വൺ, ടു predict and to solve potential foundation problems. ഇനി ഫൗണ്ടേഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടു ascertain the suitability of the soil as a construction material. സോയിൽ നമ്മുടെ ലാൻഡിൽ കിടക്കുന്ന സോയിൽ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ to investigate the safety of the existing structures and to suggest the remedial measures. ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും നമ്മുടെ സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഫൗണ്ടേഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ സോയിലിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് കണ്ടുപിടിക്കുന്നതിനും അതുപോലെ തന്നെ ആ സ്ട്രക്ചറിന്റെ നിലനിൽപ്പിന് ഒരു റെമഡിയൽ മെഷേഴ്സ് കൊടുക്കണം അല്ലെ. അതിനെ സേഫ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകണം. അപ്പൊ ഏത് രീതിയിലുള്ള റെമഡിയൽ മെഷേഴ്സ് അവിടെ കൊണ്ടുവരണം എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ അതുപോലുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പോയിന്റ് ആക്കി നോട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ഓക്കെ. ഇനി സ്റ്റേജസ് ഇൻ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതിന് ഡിഫറെന്റ്
ടൈപ്സ് ഓഫ് സ്റ്റേജസ് ഉണ്ട്, ഓരോരോ സ്റ്റേജുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് സൈറ്റ് റെക്കഗ്നൈസൻസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് സൈറ്റ് റെക്കഗ്നൈസൻസ്. സെക്കൻഡ് വൺ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ. തേർഡ് വൺ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ. ആൻഡ് ഫോർത്ത് വൺ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അവസാനത്തെ സ്റ്റെപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സൈറ്റ് റെക്കഗ്നൈസൻസ്. അപ്പോൾ നിങ്ങൾ സർവേ ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന്, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ, എന്താണ് റെക്കഗ്നൈസൻസ് സർവേ? നമ്മളൊരു സർവേ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് എന്താ ചെയ്യാം? നമ്മൾ ആ ലാൻഡിൽ പോയി നോക്കൂ, അല്ലേ? ഇപ്പൊ സർവേയുടെ കേസാണ് പറയുന്നതെങ്കിൽ നമ്മൾ സർവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. ഫീച്ചേഴ്സ് മീൻസ് അവിടെയുള്ള മരങ്ങള്, ഇലക്ട്രിക് പോസ്റ്റ്, റിവർ ഉണ്ടോ, അതുപോലെ ആ ലാൻഡ് എങ്ങനത്തെയാണ്, ഫോറസ്റ്റ് ഏരിയ ആണോ അല്ലെങ്കിൽ ടൗൺ പോലെയുള്ള ഏരിയകളാണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. പിന്നെ എന്തൊക്കെ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ആരാധനാലയങ്ങൾ പോലെയുള്ള പള്ളി, അങ്ങനത്തെ അമ്പലം അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസ് അവിടെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബേസ് ലൈൻ ഏതൊക്കെയാണെന്ന് ഫിക്സ് ചെയ്യും, മെയിൻ സ്റ്റേഷൻ പോയിന്റ്സ് ഫിക്സ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയർ നമ്മൾ റെക്കഗ്നൈസൻസ് സർവേയിൽ നടത്തും, അല്ലേ? എന്നിട്ട് കീ പ്ലാൻ ഒക്കെ വരയ്ക്കും. അത് സർവേന്റെ കേസിൽ. നമ്മളിവിടെ സോയിലിന്റെ കേസാണ് എഴുതുന്നത്. സോയിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നത്. അപ്പൊ അവിടുത്തെ റെക്കഗ്നൈസൻസിൽ എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സൈറ്റ് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആരാണോ സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് അവര് ആ സൈറ്റിലോട്ട് പോയിട്ട് ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തും. അതായത് കണ്ണുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കും. അവിടുത്തെ ടോപ്പോഗ്രഫിക്കൽ ആൻജിയോളജിക്കൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ അവിടുത്തെ കളക്ട് ചെയ്യും. നമ്മളതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതാണ് സൈറ്റ് റെക്കഗ്നൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെയുള്ള എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതായത് പ്രസൻസ് ഓഫ് ഡ്രെയിനേജ് ഡിച്ചസ് ആൻഡ് ഡംപിംഗ് യാർഡ്സ്. ഡ്രെയിനേജിന്റെ പ്രസൻസ് അവിടെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പ്രസൻസ് ഓഫ് സ്പ്രിങ്സ്, സ്വാംസ് എക്സെട്ര, ഈ അരുവികൾ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഹൈ ഫ്ലഡ് ലെവൽ മാർക്സ് ഓൺ ദി ബ്രിഡ്ജസ്, ഹൈ റൈസ് ബിൽഡിംഗ്സ് എക്സെട്ര ആർ ഒബ്സർവ്ഡ്. ഇപ്പൊ മുൻപ് അവിടെ ഫ്ലഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പാട് നമുക്ക് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിലോ ബ്രിഡ്ജിലോ ഒക്കെ കാണാൻ പറ്റും. അതിന്റെ ഒരു ലെവലില് ഫ്ലഡ് ഉണ്ടായിട്ടുള്ള ആ ഒരു ലെവൽ നമുക്കത് കാണിച്ചു തരും. അപ്പൊ അങ്ങനെയുള്ള വല്ല മാർക്കിങ്സ് അവിടെ കാണുന്നുണ്ടോ, അതായത് ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണോ എന്നൊക്കെ നമ്മൾ അവിടെ ചെക്ക് ചെയ്യണം. പ്രസൻസ് ഓഫ് വെജിറ്റേഷൻ ആൻഡ് നേച്ചർ ഓഫ് ദി സോയിൽ. അതുപോലെ അവിടുത്തെ വെജിറ്റേഷൻ മീൻസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, അത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സോയിലിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇപ്പോൾ ഒരുപാട് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ സോയിൽ ഏത് ടൈപ്പ് ഓഫ് സോയിൽ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ക്ലേ സോയിൽ ആണോ, സാൻഡി സോയിൽ ആണോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും വരുന്ന ഭാഗമാണോ എന്നൊക്കെ നമ്മൾ അവിടെ ചെക്ക് ചെയ്യണം. അതുപോലെ പാസ്റ്റ് റെക്കോർഡ്സ് ഓഫ് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഷ്രിങ്കേജ്, ക്രാക്സ് എക്സെട്ര ഓഫ് ദാറ്റ് റീജിയൻ. അതായത് മുൻപ് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ് ഉണ്ടായതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം റെക്കോർഡ്സ് എന്തെങ്കിലും ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സ്റ്റഡി ഓഫ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ സൈറ്റ്, ബ്ലൂ പ്രിന്റ്സ് ഓഫ് പ്രസന്റ് ബിൽഡിംഗ്, ജിയോളജിക്കൽ മാപ്സ് എക്സെട്ര. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം, ബ്ലൂ പ്രിന്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ബ്ലൂ പ്രിന്റ്സ് എടുക്കണം. പിന്നെ അതുപോലെ ജിയോളജിക്കൽ മാപ്സ് അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. ഒബ്സർവേഷൻ ഓഫ് ഡീപ് കട്ട്സ് ടു നോ അബൌട്ട് ദ സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് സോയിൽ. ആഴത്തിലുള്ള എന്തെങ്കിലും കട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സോയിലിന്റെ ലെയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഫൈൽ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് കാരണം ക്രാക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പൊ സോയിലിന്റെ പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കാം. സെറ്റിൽമെന്റ് ഉണ്ടാകുന്ന സ്ഥലമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇതിനാണ് നമ്മൾ സൈറ്റ് റെക്കഗ്നൈസൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ടൈം നമ്മളൊരു സൈറ്റ് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ആ സൈറ്റിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ സൈറ്റ് റെക്കഗ്നൈസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സൈറ്റ് റെക്കഗ്നൈസൻസ് കഴിഞ്ഞു. ഇനി സൈറ്റ് എക്സ്പ്ലോറേഷൻ ആണ്. ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ സോയിൽ കണ്ടീഷന്റെ ഒരു ചെറിയൊരു അപ്രോക്സിമേറ്റ് പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ ചെലവൊന്നുമില്ലാതെ ഒരു ഏകദേശ ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഇതിന് ജനറൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്നും കൂടെ പറയാറുണ്ട്. അപ്പൊ ഈ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് സോയിലിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണെന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഡിറ്റർമൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കും. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത്, എത്ര ഡെപ്തിലാണ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അതുപോലെ സോയിൽ സ്ട്രാറ്റയുടെ ഡെപ്തും എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് എത്രയാണ് എന്ന് നോക്കണം. പിന്നെ സോയിൽ കോമ്പോസിഷൻ, സോയിൽ എങ്ങനത്തെ സോയിലാണ്, നേച്ചർ ഓഫ് സോയിൽ എങ്ങനെയാണ്. നെക്സ്റ്റ് ഡെപ്ത് ഓഫ് ഹാർഡ് സ്ട്രാറ്റം ഫ്രം ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ട് ലെവലിന് എത്ര താഴെയാണ് ഹാർഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റം കിടക്കുന്നത്. അപ്പം ലൂസ് ആയിട്ടുള്ള സോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് സ്ട്രാറ്റം എത്തുന്നത് വരെ നമുക്ക് ഫൗണ്ടേഷന് ഡെപ്ത് എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻസ് എന്നൊരു സ്റ്റേജിലാണ്. നെക്സ്റ്റ് വൺ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സാമ്പിൾസിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്, സോയിലിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മൾ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷനിൽ കണ്ടുപിടിക്കുന്നത്. അതായത് മണ്ണിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ കിട്ടണം. എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ പൊസിഷൻ എവിടെയാണ്, സോയിൽ സ്ട്രാറ്റയുടെ ഡെപ്തും എക്സ്റ്റെൻഡും എങ്ങനെയാണ്, ഏത് ടൈപ്പ് സോയിലാണ്, അതുപോലെ ഹാർഡ് സ്ട്രാറ്റം എത്ര ലെവൽ, ഏത് ഡെപ്തിലാണ്, അതുപോലെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഇത്രയാണ് പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ടെസ്റ്റ് പിറ്റ്സ്, കുഴിയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കോളേജിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പുതിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ ചെന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷന്റെ അവിടെ കോൺ പെനട്രോമീറ്റേഴ്സ് അല്ലെങ്കിൽ സൗണ്ടിങ് റോഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ സോയിലിന്റെ ഡീറ്റെയിൽസ് എടുക്കാറുണ്ട്. അതുപോലെ ജിയോ ഫിസിക്കൽ മെത്തേഡ്സും സാധാരണ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ. ഇനി നമ്മുടെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ തേർഡ് സ്റ്റെപ്പാണ് ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. സൈറ്റ് റെക്കഗ്നൈസൻസിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാവുന്ന എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു. പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ചെറിയ അപ്രോക്സിമേറ്റ് രീതിയിൽ സോയിലിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പാണ് ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. അതായത് ഇപ്പോൾ ലാർജ് പ്രൊജക്ട് വർക്ക് ആണെന്ന് വിചാരിക്കും, നമ്മുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്ഷൻ വലിയ വലിയ പ്രൊജക്ടുകളാണ്. ഇപ്പൊ ഡാം, ബ്രിഡ്ജ്, അതുപോലെയൊക്കെയാണ്. നമ്മൾ ചെറിയ രീതിയിൽ ചെയ്താൽ പോരാ, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഓരോ ലെയറിലെയും സോയിലിന്റെ പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പില് നമുക്ക് നല്ല രീതിയിലുള്ള ബോറിംഗ് പ്രോഗ്രാം, അതായത് മണ്ണ് കുഴിച്ച് അതിന്റെ ഡാറ്റാസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് അത് ലാബിലൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിൽ എക്സ്പെരിമെന്റ് എല്ലാം ചെയ്ത് അതിന് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ ഫീൽഡ് ടെസ്റ്റ് നമ്മളിവിടെ നടത്താറുണ്ട്. അപ്പൊ വെയിൻ ഷിയർ ടെസ്റ്റ്, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പഠിക്കാനുള്ളതാണ്. അതുപോലെ പെർമിയബിലിറ്റി ടെസ്റ്റ്, അതെല്ലാം നമ്മൾ സോയിലിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കണ്ടക്ട് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിഡ്ജ്, ഡാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ആ കേസിലാണ് നമ്മൾ സാധാരണ ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ നടത്താറുള്ളത്. ഇപ്പൊ ഈ ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു ഒരുപാട് ചെലവുള്ള ഒരു പരിപാടിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്ക്സിനൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ സജസ്റ്റ് ചെയ്യാറില്ല. ചെറിയ വർക്കുകൾക്ക് മാത്രമാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ സൈറ്റ് റെക്കഗ്നൈസൻസും അതുപോലെ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ തന്നെ ധാരാളമാണ്.
അപ്പോൾ ഒരുപാട് വലിയ വർക്കുകൾക്കാണ് ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ സാധാരണ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഈ കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പ്ലോറേഷൻ്റെയും അല്ലെങ്കിൽ ആ സൈറ്റ് റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ, ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ, ഇതിന്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യലാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയാണ് ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ട 3 സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞത്. ചെറിയ വർക്കാണെന്നുണ്ടെങ്കിൽ സൈറ്റ് റെക്കഗ്നൈസൻസും പിന്നെ അതുപോലെ തന്നെ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്താൽ മതി. അതല്ല ഹെവി സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ പ്രൊജക്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്നുള്ള ടേം ആണ്. എന്താണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്കിനി ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്താണെന്ന് നോക്കാം. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ അതായത് നമ്മൾ എത്ര ഡെപ്തിൽ കുഴിക്കണം. സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പലതിലും പല രീതിയിലാണ് നമ്മൾ എക്സ്പ്ലോറേറ്റ് ചെയ്തിട്ട് സൈറ്റ് അവിടുത്തെ സോയിലിനെ പറ്റി പഠിക്കാറുള്ളത്. അപ്പൊ ഇത് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമ്മുടെ സബ് സർഫസിന്റെ ഡാറ്റാസ് വേരി ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സോയിലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ചെയ്യുമ്പോൾ എത്ര തവണ പിറ്റ് എടുക്കണം, കുഴി എടുക്കണം, അതുപോലെ തന്നെ അത് എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുന്നേ തന്നെ ചെറുതായിട്ട് ബോറിംഗ് എല്ലാം ചെയ്ത് അല്ലെങ്കിൽ സൗണ്ടിങ്സ് ഒക്കെ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പിന്നെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഇസ് ഗവേൺഡ് ബൈ ദ ഡെപ്ത് ഓഫ് ഇൻഫ്ലുവൻസ് ഓൺ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ഇതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അതായത് നമ്മുടെ സ്ട്രക്ചർ ഏത് ടൈപ്പ് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ലോഡിങ് ഇന്റൻസിറ്റി എങ്ങനത്തെയാണ്,
ഷേപ്പ് ആൻഡ് ഡിസ്പൊസിഷൻ ഓഫ് ദി ലോഡഡ് ഏരിയ, സോയിൽ പ്രൊഫൈൽ എങ്ങനെയാണ്, ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോയിൽ, ഇതിനെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ പറയാറുള്ളത്. അപ്പോൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷന്റെ ഡെഫിനിഷൻ അല്ല, പകരം സിഗ്നിഫിക്കന്റ് ഡെപ്തിന്റെ ഡെഫിനിഷൻ ആണ്. എന്താണെന്ന് നോക്കാം. ഡെപ്ത് up to which the stress increment due to superimposed loads can produce significant settlement and shear stress is known as significant depth. ഈ ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സ്ട്രക്ചറിന്റെ ലോഡ്സ് സോയിലിലേക്ക് വരും അല്ലെ. അപ്പോൾ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് കാരണം എന്തുണ്ടാകുന്നത്, ഒരു സിഗ്നിഫിക്കന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷിയർ സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യും അല്ലെ. അപ്പോ ഈ ഷിയർ സ്ട്രെസ്സും അതുപോലെ സിഗ്നിഫിക്കന്റ് സെറ്റിൽമെന്റും സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് കാരണം അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ആ ഡെപ്തിനെയാണ്, ആ ഏത് ഡെപ്തിലാണോ സ്ട്രെസ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്നത്, ഏത് ഡെപ്തിലാണോ സ്ട്രെസ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്നത്, സ്ട്രെസ് ഇൻക്രിമെന്റ് എങ്ങനെയുണ്ടാകുന്നത്, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെറ്റിൽമെന്റും ഷിയർ സ്ട്രെസ്സും കാരണമാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പോൾ ആ ഡെപ്ത് എത്രയാണോ ആ ഡെപ്തിനെയാണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡുകൾ കാരണം അവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്ന ഡെപ്ത് ഏതാണോ ആ ഡെപ്തിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ, ഈ സിഗ്നിഫിക്കന്റ് ഡെപ്ത് ആണ് നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ സിഗ്നിഫിക്കന്റ് ഡെപ്ത് ഏത് ഡെപ്തിലാണ് ഉണ്ടാകുന്നത് അത്രയും ഡെപ്ത് വരെ നമ്മൾ എക്സ്പ്ലോറേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അത്രയും ഡെപ്തിൽ നമ്മൾ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാലേ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു സിഗ്നിഫിക്കന്റ് ഡെപ്ത്. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഓരോ കേസിലും നമ്മൾ എടുക്കുന്ന ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എത്രയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് ലോഡ് ഇന്റൻസിറ്റിയുടെ 20% വെർട്ടിക്കൽ സ്ട്രെസ് ഉണ്ടാകുന്നത് ഏത് ഡെപ്തിലാണോ അതിനെയാണ് നമ്മൾ, ആ ഒരു ഡെപ്ത് ആണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത് ആയിട്ട് നമ്മൾ സാധാരണ കണക്കിലെടുക്കുന്നത്. ഇനി ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ, ഇപ്പൊ ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് 1.5 ടൈംസ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ ഫൂട്ടിംഗ് കാണിച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷന് താഴെ 1.5 ബി ഡെപ്തില് ബോർ ഹോൾസ് ഉണ്ടാക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വിഡ്ത്ത് ബി ആണെന്നുണ്ടെങ്കിൽ, ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് ബി ആണെന്നുണ്ടെങ്കിൽ 1.5 ബി ഡെപ്തിൽ നമ്മൾ ബോർ ഹോൾസ് ഉണ്ടാക്കണം. ഓക്കെ, ഇനി ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷനെയാണ് ഞാൻ ഡി എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷനെയാണ് ഡി എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു 3 ടൈംസ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. ഓക്കെ, അപ്പോ സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ 1.5 ടൈംസ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ആണ്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ 3 ടൈംസ് ഓഫ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. ഇനി നമ്മുടെ ഫൂട്ടിങ്സ് ആർ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഫൂട്ടിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഹോൾ ഓഫ് ദി ലോഡഡ് ഏരിയ ആക്ട് ആസ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. കംപ്ലീറ്റ് ഏരിയ എന്തായിട്ട് ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യും. ആ കേസിലാണ് എന്നുണ്ടെങ്കിൽ D is 1.5 times width of entire loaded area. ഇത് കണ്ടില്ലേ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഈ ഫൂട്ടിങ്സ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ്, ക്ലോസ്ലി സ്പേസ്ഡ് ആണ്, അടുത്തടുത്താണ്, സ്പേസിംഗ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത്, ഈ ഫൂട്ടിംഗ് നിൽക്കുന്ന കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ വിഡ്ത്ത് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്, ഇവിടെ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് ആയിരുന്നു ബി. ഈ കേസിൽ ബി എന്ന് പറയുന്നത്
ആ ലോഡ് വരുന്ന കംപ്ലീറ്റ് ഏരിയന്റെ വിഡ്ത്താണ് ബി. വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ടി എന്ന് പറയുന്നത് 1.5 ബി ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് കേസ്, ഇൻ കേസ് ഓഫ് പൈൽ ഫൗണ്ടേഷൻ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ below the tip of bearing pile is kept at least 1.5 times the width of pile group. പൈൽ ഫൗണ്ടേഷൻ ആണെങ്കിലും അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 times the width of pile group ആയിരിക്കും. ഇനി ഫ്രിക്ഷൻ പൈൽസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, ഫ്രിക്ഷൻ പൈൽസിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ നോക്കുക, ഫിഗറിൽ നോക്കി മനസ്സിലാക്കുക. ഏറ്റവും താഴെ നിന്ന് D/3 ഹൈറ്റിൽ നിന്ന് താഴെ പൈൽ ഗ്രൂപ്പ്, ഫ്രിക്ഷൻ പൈൽസിന്റെ കേസിൽ ഏറ്റവും താഴെ D/3 എന്നുള്ള ഡെപ്ത് കാണാം അല്ലെ. ആ D/3 എന്നുള്ള ഡെപ്ത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് താഴോട്ട് 1.5 times ബി. ഓക്കെ, ആ ഡെപ്തിൽ വേണം നമ്മൾ എക്സ്പ്ലോറേഷൻ ചെയ്യാനായിട്ട്, ഡി എടുക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ. സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ 1.5 times width of footing, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ 3 times width of footing, ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ 1.5 times width of loaded area. ഇനി പൈൽ ഫൗണ്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ again 1.5 times width of pile group. ഇനി ഫ്രിക്ഷൻ പൈൽസിന്റെ കേസിലാണെങ്കിൽ D/3 ഹൈറ്റിൽ നിന്ന് ഏറ്റവും താഴെ D/3 ഹൈറ്റിൽ നിന്ന് 1.5 times width of pile group. ഇതായിരിക്കും നമ്മുടെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്, ഇനി ഒരുപാട് സ്റ്റോറീസ് ഉള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. D is equal to CS raised to 0.7. അതിൽ S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോറീസ് ആണ്, C is a constant. ആ സിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 3. ഏതെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് പണിയുന്നതെങ്കിൽ സിയുടെ വാല്യൂ 3ഉം, ഈ ഹെവി ബിൽഡിങ്സ് ആണെങ്കിൽ, ഹെവി സ്റ്റീൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ വൈഡ് കോൺക്രീറ്റ് ബിൽഡിങ്സ് ആണെങ്കിൽ സി കോൺസ്റ്റന്റ് 6 ആയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, ഇതൊരു കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഈസ് ഈക്വൽ ടു C into S raised to 0.7. ഇനി ലൂസ് സോയിൽ ആണെന്ന് വിചാരിക്കുക. ലൂസ് സോയിൽ അതല്ലെങ്കിൽ റീസെന്റ് ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള സോയിൽ ആണ്, അല്ലെങ്കിൽ ഒരു വീക്ക് സ്ട്രാറ്റം ആണ് നമ്മൾ അവിടെ കാണുന്നതെങ്കിൽ നമ്മൾ നന്നായി എക്സ്പ്ലോറേഷൻ ചെയ്യണം അല്ലെ. അതായത് ഏത് ഡെപ്ത് വരെ എക്സ്പ്ലോറേഷൻ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളുടെ വെർട്ടിക്കൽ സ്ട്രെസ് ലെസ് ദാൻ അലൗഡ് ബിയറിംഗ് പ്രഷർ ആകുന്നത് ഏത് ഡെപ്തിലാണോ ആ ഡെപ്ത് വരെ നമ്മൾ എക്സ്പ്ലോറേഷൻ ചെയ്യണം. നമ്മുടെ സോയിലിന് ഒരു അലൗവബിൾ ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ആ അലൗവബിൾ ബിയറിംഗ് കപ്പാസിറ്റിനേക്കാൾ കുറവ് വെർട്ടിക്കൽ സ്ട്രെസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡെപ്ത് എവിടെയാണോ എത്തി നിൽക്കുന്നത് ആ ഡെപ്ത് വരെ എക്സ്പ്ലോറേഷൻസ് ചെയ്യണം. ഇനി ഡീപ്പ് എക്സ്കവേഷൻ ചെയ്യുന്ന ഏതെങ്കിലും കേസ് ഉണ്ടെന്ന് വിചാരിക്കും. ഡീപ്പ് ആയിട്ടുള്ള എക്സ്കവേഷൻ ചെയ്യുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്കവേഷൻ ലെവലിൽ നിന്ന് 1.5 times ഓഫ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡീപ്പ് ആയിട്ടുള്ള എക്സ്കവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ബിലോ ദി പ്രൊപ്പോസ്ഡ് excavation level should be at least 1.5 times the depth of exploration. ഇനി റോഡ് കട്ട്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് കട്ടിന് ഈക്വൽ ആയിരിക്കണം. റോഡ് ഫീൽഡ്സ് ആണെങ്കിൽ മിനിമം ഡെപ്ത് എന്ന് പറയുന്നത് 2 meter ബിലോ ദി ഗ്രൗണ്ട് സർഫസ് ഓർ ഈക്വൽ ടു ദി ഹൈറ്റ് ഓഫ് ഫീൽഡ്. ഇതിൽ ഏതാണോ ഗ്രേറ്റർ ആ വാല്യൂ ആണ് എടുക്കാനായിട്ട്. ഒന്നല്ലെങ്കിൽ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 2 meter അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഫീൽഡ്, ഇത് രണ്ടും എടുക്കുക. രണ്ടും എടുത്തിട്ട് അതിനകത്ത് ഗ്രേറ്റർ വാല്യൂ ഏതാണോ അതാണ് റോഡ് ഫീൽഡ്സിന്റെ കേസിൽ നമ്മൾ എടുക്കാറുള്ളത്, ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ആയിട്ട് എടുക്കാറുള്ളത്. ഇനി ഗ്രാവിറ്റി ഡാംസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ D is equal to 2 times height of dam. ഗ്രാവിറ്റി ഡാമിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 2 times of height of dam ആണ് സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത്
ലാറ്ററൽ എക്സ്റ്റെന്റ് ഓഫ് എക്സ്പ്ലോറേഷൻ, അതായത് ലാറ്ററലി എത്ര എക്സ്റ്റെന്റിലാണ് എക്സ്പ്ലോറേഷൻ കൊടുക്കേണ്ടതെന്നാണ്. അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഇത്ര നേരം നമ്മൾ കുഴി എടുക്കുന്നത് എത്ര ഡെപ്തിലായിരിക്കണം എന്നല്ലേ. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്ര എക്സ്റ്റെന്റിൽ പോകണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ സ്ട്രക്ചേഴ്സ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഏരിയയിൽ ഒരൊറ്റ ബോർഹോൾ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അത് തന്നെ ധാരാളമാണ്. ഇനി ഒരു കോമ്പാക്ട് ബിൽഡിങ്സിന്റെ കേസാണ് അവിടെ വരാൻ പോകുന്നത്. കോമ്പാക്ട് ബിൽഡിങ്സ് ആണ്. അതുപോലെ 0.4 ഹെക്ടേഴ്സ് ഏരിയ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 ബോർഹോളെങ്കിലും കൊടുക്കണം. 5 ബോർഹോൾ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡ് എന്ന് വിചാരിക്കുക. ഈ റെക്ടാങ്കിൾ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ 0.4 ഹെക്ടേഴ്സിന്റെ അടുത്ത് ഈ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എല്ലാ കോർണേഴ്സിലും ബോർഹോൾസ് ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ സെന്ററിലും ബോർഹോൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ സോയില് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ലാർജ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിന്റെ കേസിലാണെങ്കിൽ എല്ലാ കോർണറിലും ചെയ്യണം. ഒപ്പം ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ഭാഗത്തും ബോർഹോൾസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ക്ലിയർ? ഇൻ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ബോർഹോൾസ് എന്ന് പറഞ്ഞാൽ 10 to 30. ഇപ്പോൾ ഒരു ബോർഹോളും വേറൊരു ബോർഹോളും തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 10 to 30 മീറ്റർ ആണ് സാധാരണ പറയാറുള്ളത്. ഇനി ഹൈവേസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റർ ലൈനിലാണ് എക്സ്പ്ലോറേഷൻ നടത്താറുള്ളത്. ഹൈവേസിന്റെ കേസിൽ ഹൈവേ പോകുന്ന സെന്റർ ലൈനിലാണ് എക്സ്പ്ലോറേഷൻ നടത്താറുള്ളത്. അപ്പൊ അതിൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 150 to 300 മീറ്റേഴ്സ് ആയിരിക്കും. 150 to 300 മീറ്റേഴ്സ് ആയിരിക്കും. ഇനി കോൺക്രീറ്റ് ഡാം ആണ് എങ്കിൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 40 to 80 മീറ്റേഴ്സ് ആയിരിക്കും. കോൺക്രീറ്റ് ഡാം ആണെന്നുണ്ടെങ്കിൽ സ്പേസിംഗ് ഈസ് 40 to 80 മീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്സ്പ്ലോറേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് കമ്മിങ് ക്ലാസ്സസിൽ വരും. അപ്പൊ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ആരും അറ്റൻഡൻസ് ഇടാൻ മറന്നിട്ടില്ലല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ.